ശ്രീകൃഷ്ണന് ദണ്ഡ നമസ്കാരം ചെയ്ത് ഒരു ലീഡറുടെ, ഇവിടെയുള്ള ലീഡറുടെ അല്ല, ഒരു ലീഡറുടെ പദവി കൊടുത്ത് അത്യുജ്വലമായിട്ട് ആ കാലിലേക്ക് വീഴുമ്പോൾ ശ്രീകൃഷ്ണൻ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. മാമേ വൈശ്യതി സത്യം തേ. ഹേ അർജുന, ഹേ ഗോപാലകൃഷ്ണ, ഹേ രാമചന്ദ്ര, ഹേ സത്രം പ്രസിഡന്റ്, സത്രം സെക്രട്ടറിയെ വിളിച്ച് ശ്രീകൃഷ്ണൻ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുകയാണ്, കൺവീനറെ ഉൾപ്പെടെയുള്ളത്. മാമേ വൈശ്യതി സത്യം തേ. ഞാനിതാ അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണൻ നിന്റെ മുമ്പിൽ വെച്ച് സത്യം ചെയ്യുന്നു. പ്രതിജാനേ പ്രിയോസിമേ, നീ എനിക്ക് വേണ്ടപ്പെട്ടവനാണ് എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു. എന്താ ചെയ്യേണ്ടത്? ഈ ക്രൈസിസില് സർവധർമാൻ പരിത്യജ്യ, സകല വിധത്തിലുള്ള കൺഫ്യൂഷനും സകല വിധത്തിലുള്ള തോട്ട്സും സർവ്വവിധത്തിലുള്ള നിന്റെ നൂലാമാലകളും ഉപേക്ഷിച്ച് നേരെ എന്റെ അടുത്തേക്ക് വരിക. ആമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എല്ലാം ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണൻ എന്ന എന്റെ അടുത്തേക്ക് വരിക, ഞാൻ നിന്നെ രക്ഷിക്കാം എന്ന ആ വാക്ക് ബസ്സിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, എക്സാമിനേഷൻ എഴുതുമ്പോൾ, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, റോട്ടിൽ നടക്കുമ്പോൾ ഈ വരികൾ ഉണ്ടായിരിക്കണം. ഒരു 40 ദിവസം നിങ്ങൾ പറഞ്ഞാൽ അവസാനം നിങ്ങളുടെ ഇടത് സൈഡിലും വലത് സൈഡിലും ശ്രീകൃഷ്ണൻ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന അനുഭവം എനിക്കുണ്ടായത് നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് ഉറപ്പ്. ഒരു വിഷമവുമില്ല. ജസ്റ്റ് യു ആർ ഗോയിങ് അഹെഡ്. കാരണം അദ്ദേഹം കൂട്ടത്തിലുണ്ട്. പലരും ചിലപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? 5:30 മുതൽ രാത്രി 11:15 വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത്രയധികം കാണാൻ എന്തിരിക്കുന്നു? ഞങ്ങൾ ഒരുമിച്ചാ. 11:15 അദ്ദേഹം പറയും ഇനി പോയി താൻ കിടക്കാൻ. അപ്പൊ ഞാൻ പോയി കിടക്കും. രാവിലെ 5:30 അങ്ങേര് വരും, എഴുന്നേക്കാൻ സമയമായി, ഇനി വർക്ക് കുറെ ഉണ്ട്, 7-8 പുസ്തകവും കൂടി എഴുതി തീർക്കാനുണ്ട്, ഇതൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് ചാവാൻ, അത്രയും നേരം ഞാൻ കൂട്ടത്തിലുണ്ടാവും എന്ന് പറയുന്ന ആ ശ്രീകൃഷ്ണനെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഡോണ്ട് തിങ്ക് ഹി വാസ് ഹിയർ 5140 years. ഞാൻ അന്ധമായിട്ട് പറയല്ല, നെഞ്ചത്തടിച്ച് കരയണമെന്ന് പറയല്ല, മുകളിലേക്ക് നോക്കിയിട്ട് ഈശ്വരനെ പറയണമല്ല. ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പോടുകൂടി ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി എന്ന് അർജുനൻ വിളിച്ചില്ലേ? എടാ കൃഷ്ണ, എടോ നായരെ എന്ന് വിളിക്കുന്ന മാതിരി, എടോ യാദവ, എടോ സുഹൃത്തെ എന്ന് വിളിച്ച ലാഘവത്തോടുകൂടി ശ്രീകൃഷ്ണനെ നിങ്ങൾക്ക് വിളിക്കാം. ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണനാണ് തെർമോഡൈനാമിക്സ് നിയമം പറയാൻ ആദ്യമായിട്ട് മുമ്പോട്ട് വന്നത്. ഇത് ഞാൻ പല സദസ്സിലും പറഞ്ഞിട്ടുണ്ട്. ആ ഒരൊറ്റ നിയമം കണ്ടിട്ട ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഈ ഭഗവത്ഗീത ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ആറ്റം ബോംബ് 25 വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയത്. എന്താ ആൽബർട്ട് ഐൻസ്റ്റീനെ അങ്ങനെ പറയാൻ കാരണം എന്ന് രവീന്ദ്രനാഥ ടാഗോർ ചോദിച്ചപ്പോ പറയാ, നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ എന്ന ശ്രീകൃഷ്ണന്റെ ഒറ്റ വരി മതി. ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ സാധ്യമല്ല, ഉള്ളതിനെ ഇല്ലാതെയാക്കാൻ സാധ്യമല്ല. എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് nor be destroyed. If one form of energy changes, it will appear in another form എന്ന് പറയാൻ പോലും ശ്രീകൃഷ്ണൻ മറന്നില്ല. വസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാദി സംയാദി നവാനി ദേഹി. ശ്രീകൃഷ്ണനോട് നിങ്ങൾ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, എന്തിനാ കൃഷ്ണ എന്നെ കൊണ്ട് ഈ പാപമൊക്കെ ചെയ്യിക്കണേ, ഇത്രയൊക്കെ ചെയ്യിക്കണത്? ഇവിടുത്തെ കൺവീനർ ശ്രീകൃഷ്ണനോട് ചോദിക്കാന്ന് വിചാരിക്കുക, ഈ ഭാഗവത സത്രം എന്തിനാ എന്നെ കൊണ്ട് ചെയ്യിച്ചേ ശ്രീകൃഷ്ണ? അപ്പൊ ശ്രീകൃഷ്ണൻ വിളിച്ച് ഇങ്ങനെ അടുത്തേക്ക് വരുത്തിയിട്ട് തട്ടിക്കൊണ്ട് പറയും, നിനക്കത് ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മകനെ നീ അത് ചെയ്യുന്നത്. കാരണം കാര്യദേഷു അവശകർമ്മ സർവം പ്രകൃതിജൈർഗുണൈഹി. You are the product of your circumstance. You are the product of your environment. You are getting encircled by that compulsion. So you are doing. ഇത് ആരുടെ തിയറിയാ? യുങ്ങിന്റെ തിയറി. യുങ് ജനിച്ചതെന്ന ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട് 5110 വർഷം കഴിഞ്ഞിട്ട്. ആ യുങ്ങിന്റെ തിയറി നമ്മൾ പഠിക്കുന്നത് യുങ്ങിന്റെ തിയറി ആയിട്ടാ. ശ്രീകൃഷ്ണനാ പറഞ്ഞത്, എന്തിനാ കുട്ടികളെ അമ്മ നോക്കുന്നത്? അമ്മയ്ക്ക് കുട്ടികളെ നോക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട്. എന്തിനാണോ താൻ ഓഫീസിൽ പോകുന്നത്? ഓഫീസിലേക്ക് പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട്. എന്തിനാണോ 4ാം ക്ലാസ്സിൽ നിന്ന് തന്നെ 5ാം ക്ലാസ്സിലേക്ക് ആക്കിയത്? ടീച്ചർക്ക് ശല്യം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട്. ആക്കാതിരിക്കാൻ പറ്റില്ല. സൂര്യൻ 6 മണിക്ക് ഉദിച്ചേ മതിയാകൂ, കുംഭമാസത്തിൽ മാവിന് പൂത്തേ മതിയാകൂ,
പൂവിന് പരാഗണം നടത്തിയേ ബട്ടർഫ്ലൈന് മതിയാവൂ, ചക്ക ഉണ്ടാകണമെങ്കിൽ പ്ലാവ് പൂത്തേ മതിയാവൂ. പ്രകൃതിയുടെ നിബന്ധനയാണ്. ഈശ്വരന് പോലും വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് അസന്നിഗ്ധമായിട്ട് ഡിക്ലയർ ചെയ്ത വർക്കിനെ കുറിച്ചുള്ള അവസാനത്തെ വാക്ക് പറഞ്ഞ സോഷ്യോളജിസ്റ്റാണ് ശ്രീകൃഷ്ണൻ. സോഷ്യോളജിസ്റ്റ്, ഏറ്റവും വലിയ സോഷ്യോളജി. കേരളത്തിലെ സിലബസ് മാറ്റുക, പുറത്തുള്ള സിലബസ് എടുക്കുക. സോഷ്യോളജിയുടെ അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് വർക്കിന്റെ അവസാനത്തെ ഡെഫിനിഷനാ. അത് ശ്രീകൃഷ്ണനാ പറഞ്ഞത്. ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേന സാഖ്യാണാം കർമ്മയോഗേണ യോഗിനാം. രണ്ട് തരത്തിലുള്ള വർക്കേ ലോകത്തിലുള്ളൂ. ഒന്ന് പഠിച്ചു പഠിപ്പിക്കുക, മറ്റൊന്ന് കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുക. എന്തിനാ ഇവരെല്ലാം കൂടി ഭാഗവത സത്രം പ്രവർത്തിച്ചത്? പ്രവർത്തിക്കാനുള്ള രണ്ടാം ഭാഗം വർക്ക് അവരേറ്റെടുത്തു. കുറെ പേരെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് മൈക്കും കയ്യിൽ കൊടുത്ത് പ്രസംഗിച്ചോളാൻ പറഞ്ഞു. ജ്ഞാനയോഗേന സാഖ്യാണാം കർമ്മയോഗേണ യോഗിനാം. ഈ കർമ്മം അനവരതം ലോകത്തിൽ നടക്കുന്നുണ്ട് എന്ന് അസന്നിഗ്ധമായി ഡിക്ലയർ ചെയ്തത് ശ്രീകൃഷ്ണനാണ്. ആ ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു വരിയുണ്ട്. പുസ്തകത്തിൽ വായിച്ചതാ. മാതാ അമൃതാനന്ദമയി ദേവി ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിൽ പോയി അത്രേ. ഞാൻ പുസ്തകത്തിൽ വായിച്ചതാണ്. ഇത് ഞാൻ 1-2 സ്ഥലത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ആ പറഞ്ഞതിൽ അവിടെ ചെന്ന് പല സയന്റിസ്റ്റുമാരും അമ്മയോട് ചോദിച്ചു, ഇന്ന് ലോകത്തിലെ സയന്റിസ്റ്റുമാര് പണ്ടത്തെ ആൾക്കാരെ പോലെ അല്ലാട്ടോ. ഇന്ന് ഏറ്റവും അധികം ഈശ്വരനെ വിശ്വസിക്കുന്നത് സയന്റിസ്റ്റുമാരും ഡോക്ടർമാരുമാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഒരു 2-3 ദിവസം ഈശ്വരനെ വിശ്വസിക്കാതെ ഇരിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ ഒരു സയന്റിസ്റ്റിന് 5 മിനിറ്റ് കസേരയിൽ ഇരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ഈശ്വരനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. തലവേദന എടുക്കുന്നവർക്ക് മെഡിസിൻ എഴുതി കൊടുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഡോക്ടർ കണ്ണടച്ച് ഗണപതയേ നമഃ എന്നൊന്ന് എഴുതും. കാരണം ആരെങ്കിലും അസുഖമില്ലാതെ നിത്യവും എന്റെ അടുത്തേക്ക് വരുന്നവരുടെ എണ്ണം കൂടണേന്ന് പറഞ്ഞിട്ടല്ല, മറിച്ച് ഈ മരുന്ന് കൊടുക്കുമ്പോൾ അയാളുടെ അസുഖം മാറണേന്ന് വെച്ചാൽ. ഇത്രയും അധികം ഈശ്വരനെ ഭജിക്കുന്ന 2 വിഭാഗങ്ങളിൽ ഒന്ന് സയന്റിസ്റ്റുമാര്, മറ്റൊന്ന് ഡോക്ടേഴ്സ്. ആ സയന്റിസ്റ്റുമാര് അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചു അത്രേ, മൊത്തത്തില് പ്രകൃതിയുടെ വ്യത്യസ്ത സ്റ്റേറ്റുകൾ എത്രയുണ്ട്, അവസ്ഥകൾ എത്രയുണ്ട്? അപ്പൊ അമ്മ തിരിച്ചു ചോദിച്ചു അത്രേ, മക്കൾക്ക് എത്ര അവസ്ഥ വരെയും അറിയാം? അമ്മയുടെ കാഷ്വൽ കോൺവെർസേഷൻ. അപ്പോ ഇവരെല്ലാവരും കൂടി പറഞ്ഞു, ഇപ്പൊ ഒരു 6 അവസ്ഥ വരെ അറിയാം. 6 അവസ്ഥയുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, 6 മക്കളെ, 8 അവസ്ഥയുണ്ട്. അപ്പൊ എന്നാ സയൻസ് 8 അവസ്ഥ കണ്ടുപിടിക്കുക, അതിന് ഒരു 10-200 വർഷം കൂടി കഴിയുന്ന അമ്മ കാഷ്വലായിട്ട് പറഞ്ഞു. അപ്പൊ ആ വരി ഞാൻ വായിച്ചപ്പോഴത്തേക്ക് അമ്മ ഈ 8 അവസ്ഥ ഏതാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അമൃതാനന്ദമയി എങ്ങനെ ഈ 8 അവസ്ഥ പറഞ്ഞത്, ഏതിനെ കുറിച്ചിട്ടാ? പെട്ടെന്ന് ലൈറ്റ്നിങ് മാതിരി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. ആ സമയത്ത് ഞാൻ കൃഷ്ണനെ വിളിച്ചു, ഒരു കാര്യം ചോദിക്കാനുണ്ട്, പ്ലീസ് ഒരു 5 മിനിറ്റ്. അപ്പൊ ആ കർമ്മര് വന്നതിന് ശേഷം പറയണോ, ഞാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ, തനിക്ക് ഇത്രയും കാര്യം ഓർമ്മയില്ലേ? ഭൂമിരാപോനലോ വായോ ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതി അമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത